വെൽക്കം ടു NTM പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുപ്പിന്റെ കാത്തിരിപ്പിലാണല്ലോ. ഇനിയുമുണ്ട് കുറെ ദിവസങ്ങൾ. ഓരോ പാർട്ടികളുടെയും മുന്നണികളുടെയും ഒക്കെ വിലയിരുത്തൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ വിലയിരുത്തൽ ക്രോഡീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അതിന്റെ വിലയിരുത്തൽ പുറത്തുവിട്ടിരിക്കുകയാണ്. ഇതനുസരിച്ച് 80 സീറ്റ് ഉറപ്പായും നേടും എന്ന് തന്നെയാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളുടെ വിലയിരുത്തലിനെ ക്രോഡീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി പറയുന്നത്. 80 സീറ്റ് ഉറപ്പായും നേടും. ബാക്കി കടുത്ത മത്സരങ്ങളുള്ള ശക്തിയായ മത്സരങ്ങളുള്ള ത്രികോണ മത്സരങ്ങളുള്ള മണ്ഡലങ്ങളൊക്കെ വേറെയും എടുത്തു പറയുന്നുണ്ട്. പിന്നെ ഒരു UDF തരംഗമുണ്ടായി കഴിഞ്ഞാൽ സീറ്റ് ഒരുപാട് മുന്നോട്ട് പോകും എന്നും ഈ ക്രോഡീകരിച്ച ലിസ്റ്റിൽ പറയുന്നു. UDF അനുകൂല തരംഗമുണ്ടായാൽ സീറ്റുകളുടെ എണ്ണം കൂടും എന്നും പാർട്ടി കണക്കുകൂട്ടുന്നു. ഏതായാലും 80 സീറ്റ് ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. അതിന്റെ ജില്ല തിരിച്ചുള്ള കണക്ക് നോക്കുമ്പോൾ തിരുവനന്തപുരം കോവളം നിലനിർത്തും. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നെയ്യാറ്റിൻകര, അരുവിക്കര എന്നിവിടങ്ങളിൽ ഉറച്ച പ്രതീക്ഷയാണ് പറയുന്നത്. പിന്നെ ശക്തമായ ത്രികോണ മത്സരം നടന്ന കാട്ടാക്കടയിൽ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും പാർട്ടി പ്രതീക്ഷിക്കുന്നു. വാമനാപുരം, ചിറയൻകീഴ്, വർക്കല എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നേമത്തും കഴക്കൂട്ടത്തും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയപ്രതീക്ഷ കോൺഗ്രസ് പാർട്ടി പങ്കുവെക്കുന്നു. പിന്നെ അത് കൊല്ലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കുണ്ടറ, കരുനാഗപ്പള്ളി എന്നിവ നിലനിർത്തും. കൊല്ലം സീറ്റ് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ചവറയിലും കുന്നത്തൂരും RSP മികച്ച വിജയം കരസ്ഥമാക്കുമെന്നും പറയുന്നു. കൊട്ടാരക്കരയിൽ പത്തനാപുരത്തും മത്സരം വളരെ കടുത്തതാണ് എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയിൽ G സുധാകരൻ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നു. ഹരിപ്പാട് നിലനിർത്തും. അരൂരിലും കുട്ടനാട്ടിലും ഉറച്ച പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. കായംകുളത്ത് ശക്തമായ മത്സരം. ആലപ്പുഴയിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തും. ഇതാണ് ആലപ്പുഴ ജില്ലയിലെ. കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുതുപ്പള്ളി, കോട്ടയം, കടുവരുത്തി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി എന്നിവ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പുതുപ്പള്ളി കൂടിയുണ്ട്, മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. പാലയിൽ മാണി C കാപ്പന് മുൻതൂക്കമുണ്ട്. ഏറ്റുമാനൂർ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഇതാണ് കോട്ടയം ജില്ലയിലെ വിലയിരുത്തൽ. ഇടുക്കിയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇടുക്കിയെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും UDF തരംഗമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കും എന്നാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് എന്ന് കണക്ക് കൂട്ടുന്നു. അതാണ് ജില്ലാ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇടുക്കി മണ്ഡലം പിടിച്ചെടുക്കും. തൊടുപുഴ നിലനിർത്തും. പീരുമേട് ഉറപ്പായും ജയിക്കുമെന്ന് പറയുന്നു. ഉടുമ്പൻചോലയിൽ ശക്തമായ മത്സരം. ദേവികുളത്ത് S രാജേന്ദ്രൻ പിടിക്കുന്ന ഇടത് വോട്ടുകളെ ആശ്രയിച്ചാണ് കോൺഗ്രസിന്റെ വിജയപ്രതീക്ഷ. പത്തനംതിട്ടയിലേക്ക് വന്നാൽ കോന്നി ഒഴികെ എല്ലാ സീറ്റിലും വിജയപ്രതീക്ഷ. ആറന്മുള പിടിച്ചെടുക്കുമെന്നും പറയുന്നു. എറണാകുളത്തേക്ക് വന്നു കഴിഞ്ഞാൽ കളമശ്ശേരി ഒഴികെ 13 സീറ്റിലും ഉറച്ച വിജയപ്രതീക്ഷ പങ്കുവെക്കുന്നു. വൈപ്പിനിലും കൊച്ചിയിലും തൃപ്പൂണിത്തുറയിലും കോതമംഗലത്തും വാശിയേറിയ മത്സരമാണ് എന്ന് വിലയിരുത്തുന്നത്. എങ്കിലും 4ഇടത്തും വിജയപ്രതീക്ഷയാണ് പാർട്ടി പങ്കുവെക്കുന്നത്. അത് തൃശ്ശൂരിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ചാലക്കുടി, തൃശ്ശൂർ, മണലൂർ ഉറച്ച പ്രതീക്ഷ. UDF അനുകൂല തരംഗമുണ്ടായാൽ വടക്കാഞ്ചേരി, കൊടുങ്ങല്ലൂർ, ഗുരുവായൂർ, ഇരിങ്ങാലക്കുട, ഒല്ലൂർ സീറ്റുകളും പിടിച്ചെടുക്കുമെന്നും പാർട്ടി കണക്ക് കൂട്ടുന്നു. പാലക്കാട്ടേക്ക് വന്നാൽ മണ്ണാർക്കാടും പാലക്കാടും ഉറപ്പായും നിലനിർത്തും. തൃത്താല പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. ചിറ്റൂർ ഉറച്ച വിജയ പ്രതീക്ഷ. കോങ്ങാട്, പട്ടാമ്പി, നെന്മാറ, ഒറ്റപ്പാലം എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം. തരംഗമുണ്ടായാൽ വിജയ സാധ്യത. മലമ്പുഴയിൽ വോട്ട് വീതം വർദ്ധിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജില്ല മുഴുവൻ UDF തൂത്തുവാരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ 2 മണ്ഡലങ്ങളിലാണ് കടുത്ത മത്സരം നടന്നത്, പൊന്നാനിയും തവന്നൂരും. ഇവിടെ ശക്തമായ മത്സരമാണ് നടന്നത് എന്നും വിലയിരുത്തുന്നു. അതും പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മലപ്പുറം ജില്ല മുഴുവൻ തൂത്തുവാരുമെന്നാണ് കോൺഗ്രസ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ കോഴിക്കോട്, നാദാപുരം, കുറ്റ്യാടി, കൊടുവള്ളി, കോഴിക്കോട് സൗത്ത്,
കൊയിലാണ്ടി, വടകര എന്നിവിടങ്ങളിൽ ഉറച്ച പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ശക്തമായ മത്സരം നടന്ന തിരുവമ്പാടിയിൽ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം പ്രതീക്ഷിക്കുന്നു. തരംഗമുണ്ടായാൽ കോഴിക്കോട് നോർത്ത്, പേരാമ്പ്ര, ബേപ്പൂർ, കുന്നമംഗലം എന്നിവിടങ്ങളിലും പാർട്ടി വിജയപ്രതീക്ഷ പ്രതീക്ഷിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ പേരാവൂർ, ഇരിക്കൂർ നിലനിർത്തും. കണ്ണൂർ സീറ്റ് പിടിച്ചെടുക്കും. അഴീക്കോടും കൂത്തുപറമ്പിലും ശക്തമായ മത്സരം. പയ്യന്നൂരും തളിപ്പറമ്പിലും വോട്ട് വീതം വർദ്ധിപ്പിക്കും എന്നാണ് പറയുന്നത്. വയനാട് വന്നു കഴിഞ്ഞാൽ വയനാട്ടിലാകെ 3 സീറ്റാണല്ലോ. ആ 3 സീറ്റും 2 സീറ്റ് നിലനിർത്തും, 1 സീറ്റ് പിടിച്ചെടുക്കും എന്നാണ് പറയുന്നത്. കാസർഗോഡ് വന്നു കഴിഞ്ഞാൽ മഞ്ചേശ്വരം നിലനിർത്തും. കാസർഗോഡും തൃക്കരിപ്പൂരിലും ഉറച്ച വിജയപ്രതീക്ഷ. ഉദുമയിൽ ശക്തമായ മത്സരം. ഇതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വിലയിരുത്തൽ. ഇതിൽ പറയുന്നത് 80 സീറ്റ് ഏതായാലും ഉറപ്പാണ്. 80ന്റെ മുകളിലേക്ക് തരംഗമുണ്ടായി കഴിഞ്ഞാൽ എത്രയും പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. ഒരു LDF തരംഗമാണ് വരുന്നതെങ്കിൽ 80ന്റെ മുകളിലേക്ക് എത്രയും സീറ്റ് പ്രതീക്ഷിക്കാം. അതിലെ കടുത്ത മത്സരങ്ങൾ നടന്ന മണ്ഡലങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതൊക്കെ. അതൊക്കെ പ്രതീക്ഷിക്കാം എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ ഘടകങ്ങൾ ക്രോഡീകരിച്ച് തയ്യാറാക്കിയ ഈ കണക്കുകൾ. KPCC അത് ക്രോഡീകരിച്ചുകൊണ്ട് പുറത്തുവിട്ട ഈ കണക്കിൽ സൂചിപ്പിക്കുന്നത്. ഏതായാലും കോൺഗ്രസ് പാർട്ടി 80 സീറ്റും തരംഗമുണ്ടായി കഴിഞ്ഞാൽ അതിനു മുകളിൽ എത്രയും നേടാമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ പാർട്ടിയുടെയും ഓരോ മുന്നണിയുടെയും ഒക്കെ കണക്കുകൂട്ടലുകളാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് തുടർന്നും കേൾക്കാനുള്ളത്. ഇനി ഏതായാലും 20 ദിവസത്തിന്റെ മേലെ ഉണ്ടല്ലോ. അപ്പോൾ ഈ കണക്കുകൂട്ടലുകൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഏതായാലും കോൺഗ്രസ് പാർട്ടിയുടെ കണക്കുകൂട്ടലാണ് നമ്മൾ ഇവിടെ പങ്കുവച്ചത്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാനും ഉറപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.